നേതാക്കന്മാരെ കാണുമ്പോൾ നന്മയുള്ളവർ, ചിന്തയുള്ളവർ, ബുദ്ധിയുള്ളവർ എന്ത് ജോലി ചെയ്തോട്ടെ, എന്ത് മതത്തിൽ വിശ്വസിച്ചോട്ടെ, നമ്മുടെ നാടിനെ പറ്റി ചർച്ച ചെയ്യുകയും ആ നാടിനെ വളർത്തിയെടുക്കാനുള്ള അധ്വാനത്തിലും ചിന്തയിലും പങ്കാളിയാവുകയും ചെയ്ത് മുന്നോട്ടു പോകാൻ ജനങ്ങൾ എന്ന് തയ്യാറാവുന്നുവോ അന്നേ ജനാധിപത്യം ശക്തിപ്പെടുകയും. ജനാധിപത്യം എന്ന് പറയുന്നത് എണ്ണത്തിലുള്ള വർധനവല്ല. ജനാധിപത്യം ഗണപരമായ വർധനവല്ല, ഗുണപരമായ വർധനവാൻ. താൽക്കാലിക വികാരങ്ങൾ നോക്കിയിട്ട് താൽക്കാലികമായി വോട്ട് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും കുപ്രചരണങ്ങളുമായി അടിച്ച് കലക്കി വിടുമ്പോ അതിനപ്പുറത്തേക്ക് ഒരു പ്രശാന്തതയുണ്ടാവണം. കവിതയെ പറ്റിയിട്ട് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, പോയട്രി ഈസ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ്. അനിയന്ത്രിതമായ വികാരങ്ങളുടെ കുത്തൊഴുക്കാണ് കവിത, രാഷ്ട്രീയം അതല്ല. വേർഡ്സ്വർത്ത് പിന്നെ തിരുത്തി പറഞ്ഞു, പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളാണ് കവിത. രാഷ്ട്രീയം അനിയന്ത്രിതമായ വികാരങ്ങളുടെ കുത്തൊഴുക്കല്ല. വികാരങ്ങളെ കണ്ട് ഏതെങ്കിലും ഒരിടത്തിരുന്നിട്ട് കൃത്യമായി മനസ്സിലാക്കി ചിന്തിച്ചിട്ട്, ശാന്തമായി ചിന്തിച്ചിട്ട് വ്യക്തമായി തീരുമാനമെടുക്കേണ്ടതാണ് രാഷ്ട്രീയം. അപ്പോഴാണ് ജനാധിപത്യം വികസിക്കുന്നത്. ഏതെങ്കിലും ഒരു സിനിമാ നടൻ വന്നിട്ട് ഒരു ബസിന്റെ പുറത്ത് നിന്നിട്ട് 4 ഡാൻസ് കളിക്കുമ്പോൾ ആടെ പോയിട്ട് വിളക്കിന്റെ മുന്നിൽ പോയി ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്ന വോട്ടർമാർ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. മനുഷ്യനാവുന്നത് ഞാൻ ആരാണെന്നറിയുകയും ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയുകയും ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയുകയും സ്വയം ബോധ്യം ഉണ്ടാവണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ പ്രജയല്ല, അവർ പൗരന്മാരല്ല, അവർ പ്രജകളാണ്. ആ പ്രജകൾ തുടർന്നു പോകണം. അതാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് വേണ്ടത്. പൗരന്മാരുണ്ടാവരുത്. പൗരന്മാരെന്ന് പറയുന്നത് തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും തൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും വിചിന്തനം ചെയ്യുവാനുള്ള കെൽപ്പുള്ളവനെ പ്രജയാവുന്നുള്ളൂ. അത്തരത്തിലുള്ള പ്രജകളെ സൃഷ്ടിച്ചാൽ മാത്രമേ പൗരനാകുന്നുള്ളൂ. അത്തരത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം വിജയിക്കാൻ പോകുന്നുള്ളൂ. നമ്മളും നമ്മുടെ ദൗത്യം ഏറ്റെടുക്കുക. വെറുതെ ഇരിക്കലല്ല. എന്താ ജോലി, എന്താ പണി? നല്ലോണം പഠിക്കുക. പഠിച്ചിട്ടോ നല്ല മാർക്ക് വാങ്ങുക. മാർക്ക് വാങ്ങിയിട്ടോ നല്ല പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുക. എന്നിട്ടോ നല്ല പ്ലേസ്മെന്റ് കിട്ടുക. എന്നിട്ടോ നല്ല ജോലി വാങ്ങുക. ജോലി വാങ്ങിയിട്ടോ നല്ല കൊട്ടാരം പോലത്തെ വീടെടുക്കുക. വീടെടുത്തിട്ടോ ആനമതിൽ കെട്ടുക. എന്നിട്ടോ റിമോട്ടിന്റെ ഗേറ്റ് കെട്ടുക. എന്നിട്ടോ മനുഷ്യനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഒരു പട്ടിയെ വാങ്ങി പോറ്റുക. എന്നിട്ടോ ഒരുപാട് ചെടി വാങ്ങി പിടിപ്പിക്കൂ. ആര് കാണാൻ? നാട്ടുകാർ കാണാൻ വിടൂല മതിൽ കെട്ടിയിട്ട്. വീട്ടുകാർ കാണുമോ? വാതിൽ തുറക്കൂല. എല്ലാ വീടിന്റെ വാതിലും അടച്ചിട്ടിരിക്കുക. പിന്നെ എന്തിനായി ചെടി വെച്ച് പിടിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.